ഹലോ എന്നിട്ട് നോക്കിയിരിക്കുന്നു കൊറേ കാലയില് സോപ്പ് ഉണ്ടാക്കി സോപ്പ് ഒന്നും ഉണ്ടാക്കില്ലേ? ആ ഇല്ല ഒരു റൗണ്ടേ ഉള്ളൂ. സോപ്പും ഇല്ല ഷാമ്പൂ ഇല്ല തേങ്ങയില്ല. ഇപ്പൊ 10 മിനിറ്റ് 10 മിനിറ്റ് തരാം. ആ ഓക്കെ. ഹായ്, അപ്പൊ നമ്മള് സോപ്പിനുള്ള ബേസ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. ബേസ് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാക്കി ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ അപ്പൊ പെട്ടെന്ന് മെൽറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അതുപോലെ നമ്മുടെ അലോവേര അടിച്ച് നല്ല ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് ഗ്ലിസറിൻ, വൈറ്റമിൻ ഇ, അതുപോലെ നമ്മള് അലോവേരയുടെ സ്മെല്ലാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ കളറ് നമ്മൾ ചേർക്കണില്ല, ഈ കളർ തന്നെ വൈറ്റ് കളറിൽ തന്നെ എടുക്കാൻ പോകുന്നു. അതുപോലെ മോൾഡ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ ഈസിയാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. ആദ്യം തന്നെ ഡബിൾ ബോയിലിംഗ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ സോപ്പ് ബേസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റീൽ പാത്രം ഉപയോഗിക്കുക, അലുമിനിയം പാത്രം ഉപയോഗിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ബീക്കറുകൾ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ അതുപോലെ നമുക്ക് ഇന്ന് അടിപൊളിയായിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ. അതൊക്കെ നമ്മൾ വീട്ടിൽ ട്രൈ ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ബാക്കി കാണിച്ചു. അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ അടിപൊളിയായിട്ട് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബേസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ക്വാളിറ്റി ഉള്ള ബേസ് എടുക്കുക. അതുപോലെ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് എടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം 200 ഗ്രാം ബേസാണ് എടുത്ത് മെൽറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് മെൽറ്റായി വന്നതിന് ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കാനുള്ളത് നമ്മുടെ ഗ്ലിസറിനും വൈറ്റമിനിയും സ്മെല്ലാണ്. അപ്പോൾ നമുക്ക് കളർ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അലോവേര ജ്യൂസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് മതിയിട്ട് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഗ്ലിസറിനും നമ്മുടെ അലോവേരയും വൈറ്റമിനും ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് അലോവേര ജ്യൂസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 10 ഗ്രാമോളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 200 ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യുക. അതുപോലെ ഇതിലേക്ക് നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൈറ്റമിനിയുടെ കോൺസെൻട്രേറ്റ് ആണത്. ഇതൊരു 1 ഡ്രോപ്സോളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് പെർഫ്യൂം ആഡ് ചെയ്തിട്ട് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മോൾഡ് എപ്പോഴും ഫസ്റ്റ് തന്നെ നമ്മൾ റെഡിയാക്കി അടിപൊളിയായിട്ട് വൃത്തിയാക്കി വെക്കുക. സോപ്പ് ബേസ് മെൽറ്റ് ചെയ്ത് എല്ലാം റെഡി ആയതിനു ശേഷം കൊണ്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെക്കണം കേട്ടോ. മോൾഡ് ഫസ്റ്റ് തന്നെ മോൾഡാണ് റെഡിയാക്കി വെക്കേണ്ടത് സോപ്പ് ഉണ്ടാക്കുമ്പോൾ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ചൂടുണ്ട്, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മേത്തൊക്കെ ആയി കഴിഞ്ഞാൽ പൊള്ളും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ടിരിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. വളരെ സിമ്പിളാണ്. അപ്പം ഞാനിത് നമ്മുടെ ഗ്ലിസറിനും അലോവേര ജ്യൂസും വൈറ്റമിൻ ഇയും ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് പുറത്തേക്ക് എടുത്ത് വയ്ക്കാൻ പോകണ്ട. അപ്പോൾ നമുക്ക് ഇനി ടെമ്പറേച്ചർ ഒന്ന് ഇത്തിരി കുറഞ്ഞു കഴിയുമ്പോൾ വേണം നമ്മുടെ പെർഫ്യൂം ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പെർഫ്യൂമിൻ്റെ സ്മെല്ല് നമുക്ക് വിചാരിച്ച പോലെ കിട്ടില്ല ആ ചൂടോട് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേ. അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായതിനു ശേഷം നമുക്ക് നമ്മുടെ സ്മെല്ല് നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക്. ഓക്കെ. സ്മെല്ലൊക്കെ നമുക്ക് ഏകദേശം ഒരു കിലോയിലേക്ക് 20 മില്ലിയോളം ആവശ്യം വരും കേട്ടോ. 1 കിലോ ബേസ് എടുക്കുമ്പോൾ 20 മില്ലിയോളം സ്മെല്ല് ആഡ് ചെയ്യേണ്ടി വരും. അതുപോലെ എക്സ്ട്രാറ്റ് ആയിട്ട് നമുക്കൊരു എക്സ്ട്രാ എന്ന് ഉദ്ദേശിച്ച് ജ്യൂസ് അത് നമുക്കൊരു ഏകദേശം 1 കിലോ ബേസ് എടുക്കുമ്പോൾ ഒരു 60 അല്ലെങ്കിൽ 50 ഗ്രാമോളം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കളറും പിന്നെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. നമ്മളിപ്പോൾ ഇതിൽ കളറും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇതിൽ ഡയറക്റ്റ് ജ്യൂസ് മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ പെർഫ്യൂം ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ അലോവേരയുടെ പെർഫ്യൂമാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്മെല്ലിനനുസരിച്ച് അത് 1 കിലോയിലേക്ക് ഏകദേശം 20 മില്ലിയോളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് കണക്കാക്കി നമ്മൾ എടുക്കുന്ന ബേസിന് കണക്കാക്കി നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. ഓക്കെ. സ്മെല്ല് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മോൾഡിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ചൂടൊക്കെ ഉണ്ടാവും ചെറുതായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് ഒഴിക്കുക. അപ്പോൾ ഓക്കെ, നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ 200 ഗ്രാം സോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ഒരു ഏകദേശം ഒരു 3 മണിക്കൂറോളം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നൈറ്റാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ നാളെ മോർണിംഗിലേക്ക് ഇത് കറക്റ്റ് ആവും. അപ്പോൾ ഞാനിത്
സെറ്റ് ആയതിനു ശേഷം എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സോപ്പൊക്കെ സെറ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എടുത്ത് കാണിച്ചു തരാം. കേടാ വൈറ്റ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ, വേറെ കളറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക, അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ. വെറും 10 മിനിറ്റ് മതി സോപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് എന്താ പറയുക ജ്യൂസാണ് ചേർത്തുള്ളത്, ഇതിൽ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കാം. എന്തെങ്കിലും ചിലപ്പോൾ കുറേ നാൾ ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് ഡയറക്റ്റ് ജ്യൂസായ കാരണം ഉണ്ടാ. അപ്പോൾ അതിൽ പ്രിസർവേറ്റീവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കത് ലൈഫ് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു മാസം 2 മാസമൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാം. ഇങ്ങനെ കൂടുതലുണ്ടാക്കും കേട്ടോ, കുറച്ചൊക്കെ ഇങ്ങനെ 2-3 ഉണ്ടാക്കി നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം. ഇങ്ങനെ ഡയറക്റ്റ് ജ്യൂസ് ചേർത്തുണ്ടാക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടിപൊളിയിൽ നല്ലൊരു സോപ്പിൻ്റെ വീഡിയോ ആയിട്ട് വരും. അതുവരെ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.